രാമായണ തത്വം അയോധ്യാകാന്ഡം. അയോധ്യാകാന്ഡത്തിലെ മുഖ്യമായ കഥാഭാഗം ദശരഥൻ ശ്രീരാമചന്ദ്രന് പട്ടാഭിഷേകം നിശ്ചയിക്കലും കൈകേയി അതിനെ തടസ്സപ്പെടുത്തലും ശ്രീരാമൻ അച്ഛൻ്റെ സത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി സീതാലക്ഷ്മണ സമേതനായി കാട്ടിലേക്ക് പോവലുമാണ്. ആത്മജ്ഞാനമുണ്ടായാലും പ്രാരാബ്ധം അവസാനിക്കാതെ സംസാരത്തിൽ നിന്ന് നിശേഷം നിവർത്തിച്ച് ആത്മസാമ്രാജ്യത്തിൽ അധിഷ്ഠിതനാവാനോ ജീവൻ മുക്തനാവാനോ സാധ്യമല്ല. ദശരഥ മഹാരാജാവിന്റെ പ്രഥമ പത്നിയും പട്ടമഹിഷിയും കൗസല്യയാണ്. വിവാഹം കഴിഞ്ഞ് വളരെ കാലം കഴിഞ്ഞിട്ടും ഒരു പുത്രൻ ഉണ്ടാവാത്തത് കൊണ്ടും കൗസല്യ ഇനി പ്രസവിക്കില്ലെന്ന് തോന്നിയതുകൊണ്ടുമാണ് രണ്ടാമത് സുമിത്രയെ വിവാഹം കഴിച്ചത്. സുമിത്രയെ വിവാഹം കഴിക്കുമ്പോഴും കൗസല്യ പട്ടമഹിഷിയാണെങ്കിലും പുത്രനില്ലാത്തത് കൊണ്ട് സുമിത്രാപുത്രന് രാജ്യം കൊടുക്കാമെന്ന് പ്രതിജ്ഞയുണ്ട്. എന്നാൽ സുമിത്രയിലും പുത്രനുണ്ടാവാതെ നിരാശപ്പെട്ട രാജാവ് അവസാനം വാർദ്ധക്യത്തിലാണ് യൗവനയുക്തയായ കൈകേയിയെ തൃതീയ പത്നിയാക്കി വിവാഹം കഴിച്ചത്. അപ്പോഴും ആദ്യത്തെ രണ്ട് പത്നിമാർക്കും സന്താനമില്ലാത്തതുകൊണ്ട് കൈകേയി പുത്രന് രാജ്യം കൊടുക്കാമെന്ന പ്രതിജ്ഞയോടെയാണ് വിവാഹം നടത്തിയത്. നിർഭാഗ്യവശാൽ കൈകേയിലും പുത്രനുണ്ടായില്ല. അങ്ങനെയിരിക്കുമ്പോഴാണ് അശ്വമേധവും പുത്രകാമേഷ്ടിയുമൊക്കെ നടന്നത്. അതിന്റെ ഫലമായി രാജാവിന് 4 പുത്രന്മാരുണ്ടായി. 4 പുത്രന്മാർ ജനിച്ചത് ഒരു പത്നിയിലല്ല, 3 ഭാര്യമാരിലും കൂടിയാണ്. അപ്പോൾ 3 ആൾക്കും അവകാശപ്പെടാം രാജ്യത്തിന്. തന്റെ പുത്രന് കൊടുക്കണമെന്ന് ഓരോ രാജ്ഞിക്കും രാജാവിനെ നിർബന്ധിക്കാം. അതിന് ന്യായവുമുണ്ട്. അങ്ങനെ അവർ 3 ആളും കൂടി നിർബന്ധിക്കാൻ ഒരുങ്ങുന്ന പക്ഷം രാജാവ് എന്തു ചെയ്യും? വിഷമമായി. ഈ ആലോചന പുത്രജനനം കഴിഞ്ഞത് മുതൽ തന്നെ രാജാവിന്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. അദ്ദേഹം അപ്പോൾ മുതൽക്ക് തന്നെ അതിനൊരു പോംവഴി കാണാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. പക്ഷെ പറയത്തക്ക നിലയിൽ ഒന്നും ഇതുവരെ കണ്ടു കിട്ടിയിട്ടുമില്ല. ഇനി ആലോചിക്കാൻ സമയമില്ല. സന്ദർഭം വന്നു കഴിഞ്ഞു. കുമാരന്മാരുടെ വിവാഹം കൂടി കഴിഞ്ഞ സ്ഥിതിക്ക് ആരെയെങ്കിലും അഭിഷേകം കഴിച്ച് യുവരാജാവാക്കാതെ നിർവാഹമില്ല. അത് ആരെയാണ് ചെയ്യേണ്ടത്? ശ്രീരാമനാണ് ജ്യേഷ്ഠപുത്രൻ. രാമനെ എല്ലാവർക്കും അതീവ പ്രിയവുമാണ്. കൗസല്യയും സുമിത്രയും തമ്മിൽ വളരെ അടുത്ത സഖികളായതുകൊണ്ട് സുമിത്ര ഒരുപക്ഷെ സമ്മതിക്കുമായിരിക്കും. എന്നാൽ കൈകേയി സമ്മതിക്കുമെന്നതിന് എന്താണ് തെളിവ്? അല്ലെങ്കിൽ തന്നെ കൈകേയി മറ്റു 2 രാജ്ഞിമാരെ പോലെയല്ല, കുറച്ചധികം ഔദത്യമുള്ളവളാണ്. അതിനാൽ കൈകേയിയോട് ഈ സംഗതി പറയാൻ തന്നെ രാജാവിന് ധൈര്യമില്ലെന്നാണ് ഇരിക്കുന്നത്. ഇതിനൊക്കെ പുറമെ കൈകേയി വിവാഹത്തിന്റെ അടിയിൽ അതിപ്രധാനമായ മറ്റൊരു സംഗതി കൂടി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതാകട്ടെ ഇതിലൊക്കെയും ഗൗരവമുള്ളതാണ്. ആ സംഗതി നിലവിലുള്ളപ്പോൾ ഒരിക്കലും കൈകേയി രാമന്റെ പട്ടാഭിഷേകത്തെ അനുവദിക്കാൻ പോകുന്നില്ല. ഇതും രാജാവിനറിയാം. കേകേയി രാജാവും മിഥില രാജാവും തമ്മിൽ വളരെ തലമുറകളായി തന്നെ അന്യോന്യ ശത്രുക്കളാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഭയങ്കര സംഘട്ടനങ്ങളും യുദ്ധങ്ങളും എത്രയോ പ്രാവശ്യം കഴിഞ്ഞതാണ്. രണ്ടാളും തുല്യ ബലവാന്മാരാണെന്നതുകൊണ്ട് ജയപരാജയങ്ങൾ രണ്ടും കൂടാതെ നിലനിന്നു വരികയാണ്. തലമുറകളായി തന്നെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്തുത 2 രാജ്യങ്ങൾക്കും പ്രബലമായ ഒരു സഹായിയെ കിട്ടിയാൽ കൊള്ളാമെന്ന് മോഹമുണ്ട്. അയോധ്യ രാജാവ് പ്രബലനാണ്. പക്ഷെ അദ്ദേഹം രണ്ടാളെയും സഹായിക്കുകയോ എതിർക്കുകയോ രണ്ടും ചെയ്യാതെ നിഷ്പക്ഷനായിരിക്കുകയാണ്. പല തന്ത്രങ്ങളെ കൊണ്ടും അദ്ദേഹത്തെ വശീകരിക്കാൻ രണ്ടാളും നോക്കാതിരുന്നിട്ടില്ല. പക്ഷെ സാധിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അങ്ങനെ കഴിഞ്ഞു വരുമ്പോഴായിരുന്നു ദശരഥന്റെ 3ാമത്തെ വിവാഹാലോചന. പടുവൃദ്ധനായ അദ്ദേഹത്തിന് കന്യകയെ കൊടുക്കാൻ ആരും തയ്യാറല്ല. അപ്പോഴാണ് കേകേയ രാജാവ് ഇത് ഏറ്റവും പറ്റിയ സന്ദർഭമാണെന്ന് കരുതി അതിനെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തിയത്. അയോധ്യ രാജാവുമായി ഏതെങ്കിലും ഒരു ബന്ധം ഉണ്ടാക്കി തീർക്കാൻ കഴിഞ്ഞാൽ തന്നെ മഹാഭാഗ്യമായെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിചാരം. അതാണ് അത്യന്ത വാർദ്ധക്യം ബാധിച്ച ദശരഥന് തന്റെ ഇളം പ്രായമായ പുത്രിയെ 3ാം വിവാഹത്തിന് കൊടുത്തത്. അയോധ്യ രാജാവ് തന്റെ ബന്ധുവായാൽ സഹായിക്കാൻ വിരോധമില്ല. സഹായിച്ചില്ലെങ്കിലും തന്റെ ശത്രുവായ മിഥില രാജാവിനോട് കൂടിച്ചേർന്ന് തന്നോട് എതിർക്കാൻ വരില്ലല്ലോ. അതായിരുന്നു കേകേയ രാജാവിന്റെ വിചാരം. ഈ പുതിയ ബന്ധുത്വം കേകേയ രാജാവും അയോധ്യ രാജാവും തമ്മിൽ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ മിഥില രാജാവ് അസ്വസ്ഥനാവും. അദ്ദേഹം എന്തെങ്കിലും തകരാറുണ്ടാക്കാൻ ശ്രമിക്കും. വെറുതെ അടങ്ങിയിരിക്കില്ല എന്നും കേകേയ രാജാവിനറിയാം. അതിനാൽ അദ്ദേഹം അങ്ങനെ സംഭവിക്കാതിരിക്കാനും വേണ്ടപ്പെട്ട മുൻകരുതലുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കൈകേയിയോട് വേണ്ട പോലെ ഗുണദോഷങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ വേണ്ട സന്ദർഭത്തിൽ വേണ്ടത് ഉപദേശിക്കാനും വേണ്ടത് പ്രവർത്തിപ്പിക്കാനും പറ്റിയ ഒരു വിശ്വസ്ത ദാസിയെ കൂടെ
കൈകേയിയോടൊരുമിച്ച് അയോധ്യയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അവൾ മഹാരാജ്ഞിയുടെ ഒരു സേവിക എന്ന നിലയ്ക്ക് വളരെ പ്രൗഢിയോടുകൂടി ഒരു ദാസിയുടെ പദവിയിൽ നിന്നൊക്കെ ഉയർന്ന നിലയിൽ അരമനയിൽ കഴിഞ്ഞു വരികയും ചെയ്തിരുന്നു. അവളാണ് മന്ദര. അങ്ങനെ കഴിഞ്ഞു വരുമ്പോഴാണ് രാജ്ഞിമാർക്ക് പുത്രന്മാരുണ്ടായതും അവർ യൗവനയുക്തന്മാരായതും. കേകേയി രാജാവോ അയോധ്യ രാജാവ് പോലുമോ അറിയാതെ ശ്രീരാമനെ വിവാഹം കഴിപ്പിച്ചു മിഥില രാജാവ്. സീതാദേവി വരണമാല്യം ചാർത്തിയ ശേഷമാണ് ദശരഥൻ പോലും അറിയാനിടയായത്. പിന്നീട് 4 പുത്രന്മാരുടെയും വിവാഹവും നടന്നു. 4 രാജകുമാരന്മാരും ജനകന്റെ പുത്രിമാരെ വിവാഹം കഴിച്ചു എന്ന് വന്നപ്പോൾ അയോധ്യ മുഴുവൻ മിഥില രാജാവിന് സ്വാധീനമായ പോലെയായി. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മന്ദര എന്ന് വന്നാലും അതിസമർത്ഥിയായ അവൾ പോലും അറിയാതെ പറ്റിയ ഒരു അമളിയായിരുന്നു രാജകുമാരന്മാരുടെ വിവാഹം. ശ്രീരാമന്റെ വിവാഹ വാർത്തയെ അറിയിക്കാൻ മിഥിലയിൽ നിന്ന് ആള് വന്നപ്പോൾ എല്ലാവരും സന്തോഷിച്ചുവെങ്കിലും മന്ദര നാവ് കടിച്ചു. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു മന്ദരയെ പറഞ്ഞയച്ചത്. എന്നിട്ടും അത് സംഭവിച്ചു. സംഗതി അറിഞ്ഞ കേകേയ രാജാവ് കലശലായി വ്യസനിക്കുകയും മന്ദരയെ കഠിനമായി ശാസിക്കുകയും ചെയ്തു. സംഭവിച്ചത് സംഭവിച്ചു കഴിഞ്ഞു. അതിനി പറഞ്ഞിട്ട് ഫലമില്ല. ഇനിയുള്ള സന്ദർഭം വേണ്ട പോലെ നോക്കിക്കൊള്ളാമെന്ന് മന്ദര കേകേയ രാജാവിനെ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞാൽ പിന്നീടുള്ള സന്ദർഭം പട്ടാഭിഷേകമാണ്. അതിന്റെ സന്ദർഭമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. എല്ലാവരും ജാഗ്രതയായിരിക്കുകയാണ്. ജനമധ്യത്തിൽ തന്നെ പലരും പലതും പറയാൻ തുടങ്ങി. വളരെ കാലമായി ഒരു പട്ടാഭിഷേകം കണ്ടിട്ട്. ആഘോഷത്തോടും ആർഭാടത്തോടും കൂടി നടക്കുന്ന ഒരു പട്ടാഭിഷേക മഹോത്സവം കാണാൻ പൊതുജനങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അരമനയിൽ ആകെപ്പാടെ ഒരു മൂകത. ആർക്കും ഒരു ഉത്സാഹമോ ഉന്മേഷമോ ഇല്ല. എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുവെന്ന തോന്നൽ എല്ലാവർക്കും. എന്നാൽ അതെന്താണെന്ന് വ്യക്തമായി ആർക്കും അറിഞ്ഞുകൂടാ. ആകെ നീറിപ്പുകഞ്ഞൊരു അന്തരീക്ഷം. ആർക്കും ഒന്നും തുറന്നു പറയാൻ ധൈര്യമില്ല. അരമനയിൽ എന്തോ ഒരു കുഴപ്പം വരാൻ പോകുന്നുവെന്ന ഒരു തോന്നൽ. പട്ടാഭിഷേകത്തെക്കുറിച്ച് പലരും അന്യോന്യം ചോദിക്കുന്നുണ്ട്. പക്ഷെ ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. ഈ സന്ദർഭത്തിൽ ദശരഥ മഹാരാജാവ് സമർത്ഥമായൊരു തന്ത്രം പ്രയോഗിച്ചു. അതായത് കൈകേയി പുത്രനായ ഭരതനെ സുമിത്രാപുത്രനായ ശത്രുഘ്നനോട് കൂടി കേകേയ രാജധാനിയിലേക്ക് പറഞ്ഞയച്ചു. മാതൃഗൃഹത്തിൽ പോവുന്നതും അമ്മാവന്റെ ഒരുമിച്ച് താമസിക്കുന്നതും രാജകുമാരന്മാർക്ക് ഹിതമായിരിക്കുമല്ലോ. സുമിത്രയുടെ 2 പുത്രന്മാരാണ് ലക്ഷ്മണനും ശത്രുഘ്നനും. ലക്ഷ്മണൻ ശ്രീരാമനോടും ശത്രുഘ്നൻ ഭരതനോടും ഏറ്റവും അടുത്ത് പെരുമാറുന്നവരാണ്. അതിനാൽ ലക്ഷ്മണനെ ഭയപ്പെടേണ്ടതില്ല. ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിൽ ലക്ഷ്മണൻ അനുകൂലിയായേ ഇരിക്കൂ. എന്നാൽ ഭരത ശത്രുഘ്നന്മാരുടെ സ്ഥിതി അറിഞ്ഞുകൂടാ. ഏതായാലും അവർ തൽക്കാലം അകന്നിരിക്കുന്നത് നല്ലതാണ്. ഈ നിലയ്ക്കാണ് രാജാവ് ഭരത ശത്രുഘ്നന്മാരെ കൈകേയിയുടെ പിതൃഗ്രഹത്തിലേക്ക് അയച്ചത്. ഇങ്ങനെ ഭരത ശത്രുഘ്നന്മാരെ പോലും അകറ്റിക്കഴിഞ്ഞ സന്ദർഭത്തിലാണ് മഹാരാജാവ് ഒരു ദിവസം വൈകുന്നേരം പെട്ടെന്ന് ശ്രീരാമന് പട്ടാഭിഷേകം നിശ്ചയിച്ചത്. നടന്നു കഴിഞ്ഞാൽ പിന്നെ സാരമില്ല. അതിനു മുമ്പ് പലരും അറിഞ്ഞാൽ എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് കഴിയുന്നതും ആരെയും അറിയിക്കാതെ വിവാഹത്തെ പോലെ തന്നെ രാമചന്ദ്രന്റെ പട്ടാഭിഷേകവും സൂത്രത്തിൽ കഴിയണമെന്ന ഉദ്ദേശത്തിലായിരുന്നു മഹാരാജാവ് ഒരു ദിവസം വൈകുന്നേരം രാജസഭയിൽ വെച്ച് പിറ്റേന്ന് കാലത്ത് ശ്രീരാമന്റെ പട്ടാഭിഷേകം നടത്താൻ തീർച്ചപ്പെടുത്തിയത്. രാജാവിന്റെ കൽപ്പന കിട്ടിയതോടെ മന്ത്രിമാരും പൗരജനങ്ങളും ഒരുക്കങ്ങൾ ചെയ്യാൻ തുടങ്ങി. അരമനയും പട്ടണവും മുഴുവൻ അലങ്കരിക്കുക, എല്ലായിടത്തും തോരണങ്ങളും കൊടിക്കൂറകളും കെട്ടുക, രാജമാർഗങ്ങൾ പ്രത്യേകമായി അലങ്കരിക്കുക തുടങ്ങിയ പ്രാഥമിക പരിപാടികൾ ജാഗ്രതയായി നടക്കാൻ തുടങ്ങി. പിറ്റേന്ന് പ്രഭാതത്തിൽ ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം നടക്കാൻ പോകുന്നുവെന്ന വർത്തമാനം ക്ഷണനേരം കൊണ്ട് പട്ടണം മുഴുവൻ പരന്നു. ജനങ്ങൾ ഉത്സാഹഭരിതരായി. രാജഭടന്മാർ ജാഗ്രതയായി അങ്ങിങ്ങ് ഓടുകയും പലതും ഒരുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്താണ് മന്ദര കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് പോവാൻ വേണ്ടി രാജമാർഗത്തിലേക്ക് ഇറങ്ങിയത്. യാദൃശ്ചികമായി ശ്രീ നാരദ മഹർഷിയും അപ്പോൾ അയോധ്യയിലെത്തി. മന്ദര ജനങ്ങളുടെ മുഖത്തിൽ നിന്ന് സംഗതികളൊക്കെ മനസ്സിലാക്കി എന്തോ വിചാരിച്ച് തലയാട്ടി മൂളിക്കൊണ്ട് അന്തഃപുരത്തിലേക്ക് പോയി. ശ്രീ നാരദ മഹർഷിയും പൗരമുഖത്തിൽ നിന്ന് വർത്തമാനം ഗ്രഹിച്ചപ്പോൾ എന്തോ വിചാരിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രന്റെ അരമനയിലേക്കും പോയി.
ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഗൃഹസ്ഥനായതിനു ശേഷം ആദ്യമായി തന്റെ ഗൃഹത്തിലേക്ക് വരുന്ന മഹാത്മാവായ ശ്രീ നാരദ മഹർഷിയെ വേണ്ട പോലെ എതിരേറ്റു കൂട്ടിക്കൊണ്ടുവന്ന് പാദപൂജയും മറ്റും ചെയ്ത് ഉചിതമാം വണ്ണം സൽക്കരിച്ചു. ഭഗവാന്റെ ആതിഥ്യം സ്വീകരിച്ച നാരദ മഹർഷി സന്തുഷ്ടനും കൃതാർത്ഥനുമായി. അനന്തരം അവിടുത്തെ ദിവ്യമഹിമകളെ വാഴ്ത്തി വാഴ്ത്തി സ്തുതിച്ചു. പിന്നീട് അവിടുത്തെ അവതാര ഉദ്ദേശത്തെ ഓർമ്മിപ്പിച്ചു. രാവണാദി ദുഷ്ട രാക്ഷസന്മാരെ കൊന്ന് ജഗത്തിന്റെ ക്ഷേമത്തെ നിലനിർത്താൻ വേണ്ടി ബ്രഹ്മാദി ദേവന്മാരാൽ അപേക്ഷിക്കപ്പെട്ടിട്ടാണ് അവിടുന്ന് ദശരഥപുത്രനായി അവതരിച്ചത്. രാവണാദികളെ കൊന്ന് ജഗത്തിനെ പരിപാലിക്കാമെന്ന് പ്രതിജ്ഞയും ചെയ്തിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ഈ അവതാരത്തിലെ മുഖ്യ പ്രയോജനം രാവണാദികളെ കൊല്ലലാണെന്ന് മറന്നുകൂടാ. എന്നാൽ അതിന് തടസ്സമായി തീരുന്നു ഇപ്പോഴത്തെ സംരംഭം. വിവാഹം കഴിഞ്ഞു, അത് തന്നെ മുഖ്യമായൊരു തടസ്സമായി തീർന്നിട്ടുണ്ട്. പോരെങ്കിൽ നാളെ കാലത്ത് പട്ടാഭിഷേകവും നടക്കാൻ പോകുന്നു. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ്, എങ്ങനെയാണ് രാവണാദികളെ സമീപിക്കുക എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ മുഖ്യമായ ഉദ്ദേശം മറക്കരുത് എന്നായിരുന്നു ശ്രീ നാരദ മഹർഷിയുടെ ഉത്ബോധനം. ഭഗവാൻ അതൊക്കെ കേട്ട് ശ്രീ നാരദ മഹർഷിയെ അനുഗ്രഹിച്ചു. അനന്തരം അരുളി ചെയ്തു: ബ്രഹ്മാദിദേവന്മാരുടെ അപേക്ഷയും അവരോട് ചെയ്ത പ്രതിജ്ഞയും എല്ലാം ഓർമ്മയുണ്ട്. അത് നിർവഹിക്കാനുള്ള അവസരവും കാത്തിരിക്കുകയാണ്. അവസരം വന്നു കഴിഞ്ഞു. നാളെ പുറപ്പെടാറായി. അഭിഷേകത്തിനൊക്കെ ഒരുക്കട്ടെ. അതൊന്നും നടക്കാൻ പോകുന്നില്ല. നാളെ കാലത്ത് ഞാൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെടുകയാണ്. രാവണൻ തുടങ്ങിയ എല്ലാ ദുഷ്ടരാക്ഷസന്മാരെയും കൊന്നു മുടിച്ചതിനു ശേഷമേ മടങ്ങി വരൂ. നാരദ മഹർഷിക്ക് വളരെ സന്തോഷമായി. അദ്ദേഹം ഭഗവാനോട് യാത്രയും പറഞ്ഞിറങ്ങിപ്പോയി. അന്തഃപുരത്തിലേക്ക് ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ പോയ മന്ദര പരിഭ്രമത്തോടും ഉത്കണ്ഠയോടും കൂടിയാണ് മഹാരാജ്ഞിയുടെ മുമ്പിലെത്തിയത്. മന്ദരയുടെ സംഭ്രമാകുലമായ വരവും പെരുമാറ്റവും കൈകേയിയെ സംശയാകുലയാക്കി തീർത്തു. സംഗതി എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ രാമചന്ദ്രന്റെ പട്ടാഭിഷേക വാർത്തയെ വളരെ ഭയപരിഭ്രമങ്ങളോടെ മന്ദര രാജ്ഞിയെ അറിയിച്ചു. പിതൃഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദിവസമായി ഒന്നും ആലോചിക്കാതെ ഉല്ലാസമായി കഴിഞ്ഞു വരുന്നതിനാൽ പൂർവകഥകൾ കുറെയൊക്കെ മറന്ന നിലയായിരുന്നു കൈകേയിക്ക്. ശ്രീരാമചന്ദ്രൻ തന്റെ പുത്രനല്ലെങ്കിൽ കൂടി തന്റെ പുത്രനേക്കാൾ കൂടുതൽ മമതയും സ്നേഹവാത്സല്യങ്ങളും രാമങ്കൽ ഉണ്ട് താനും. പ്രസ്തുത രണ്ട് കാരണങ്ങളെ കൊണ്ട് ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേക വാർത്ത കേട്ടതോടെ കൈകേയിക്ക് അസാധാരണ സന്തോഷമാണ് ഉണ്ടായത്. അതിന്റെ ഫലമായി വർത്തമാനം അറിയിക്കപ്പെട്ടപ്പോൾ സന്തോഷാതിരേകത്താൽ കൈകേയി മന്ദരയ്ക്ക് തന്റെ കണ്ടത്തിൽ നിന്ന് മുത്തുമാലയൂരി സമ്മാനം കൊടുക്കുകയാണ് ഉണ്ടായത്. അത് കണ്ടപ്പോൾ തന്നെ മന്ദരയ്ക്ക് ദേഷ്യം വന്നു. അനന്തരം രാജ്ഞിയെ കുറെ ഗുണദോഷിച്ച ശേഷം പറഞ്ഞു: വൃദ്ധനായ രാജാവിനെ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് പോന്നത് എന്തിനാണെന്നും തന്നെ കൂടി ഇങ്ങോട്ട് അയച്ചത് എന്തിനാണെന്നും പിതൃരാജ്യത്തിന്റെ സ്ഥിതി എന്താണെന്നുമൊക്കെ ഓർമ്മിപ്പിച്ചു മന്ദര. മാത്രമല്ല, പട്ടാഭിഷേകം കൂടി കഴിഞ്ഞാൽ പിന്നത്തെ സ്ഥിതി എന്താണ്? ശ്രീരാമൻ രാജാവും സീത മഹാരാജ്ഞിയും കൗസല്യ രാജമാതാവുമായാൽ പിന്നത്തെ കഥ പറയാനുണ്ടോ? ഭരതൻ രാമന്റെ ഭൃത്യനോ അല്ലെങ്കിൽ തിരസ്കൃതനോ ആവും. കൈകേയിക്ക് ജീവിതാശിയുണ്ടെങ്കിൽ കൗസല്യയുടെ ദാസിയുമാവും. കേകേയ രാജ്യം മിഥില രാജാവ് പിടിച്ചടക്കുകയും ചെയ്യും. അതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്തു വന്നാലും രാമന്റെ പട്ടാഭിഷേകം മുടക്കിയേ തീരൂ. മഹാരാജാവും കൗസല്യയും കൂടി വളരെ രഹസ്യമായി ആലോചിച്ച് തീർച്ചപ്പെടുത്തിയതായിരിക്കണം ഈ സംഗതി. അതാണ് ഭരതനെ പോലും കേകേയത്തേക്ക് അയച്ച് ആരുമില്ലാത്ത സന്ദർഭം നോക്കി പെട്ടെന്ന് പട്ടാഭിഷേകം നിശ്ചയിച്ചത്. അതിനാൽ എന്തു ചെയ്തും ഈ സംരംഭം തടഞ്ഞേ തീരൂ. എങ്ങനെയും ഇത് അനുവദിക്കാൻ വയ്യ. ഒരിക്കൽ തന്നെ ഒരു വലിയ ചതി പറ്റിക്കഴിഞ്ഞു, വിവാഹം. അതിലും വലിയ കൊടും ചതിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് തടയുക തന്നെ വേണം എന്നിങ്ങനെയുള്ള മന്ദരയുടെ വാക്ക് നല്ല കണക്കിൽ കൊണ്ടു. കൈകേയിക്കും അത് വളരെ ശരിയാണെന്നും മന്ദരയാണ് തന്റെ ഇഷ്ടബന്ധുവെന്നും തോന്നി. അതിനാൽ രാജ്ഞിയും സംഗതി കുറെ ഗൗരവമായി കരുതി. അതിനാൽ എന്താണ് നിവൃത്തിയെന്ന് അന്വേഷിച്ചു. മന്ദര തന്നെ അതിനുള്ള നിവൃത്തിയും പറഞ്ഞുകൊടുത്തു. പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദശരഥ രാജാവ് ദേവന്മാരുടെ ഭാഗത്ത് ചേർന്ന് അസുരന്മാരോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് തേർചക്രത്തിന്റെ ആണി വീണുപോയി. ആ സമയത്ത് കൈകേയിയും രാജാവ് ഒന്നിച്ച് തേരിലുണ്ടായിരുന്നു. വേഗത്തിൽ തേർ വീണുപോവാനോ യുദ്ധം നിർത്താനോ ഇടവരാതെ മഹാരാജാവ് അറിയാതെ തന്നെ കൈകേയി തന്റെ വിരൽ ആണിയുടെ സ്ഥാനത്തിട്ട് യുദ്ധം കഴിയുന്നതുവരെ തേർ നടത്തി വന്നു.
യുദ്ധം അവസാനിച്ച് മടങ്ങുമ്പോഴാണ് രാജാവ് ഈ അത്യാഹിത സംഭവത്തെക്കുറിച്ച് അറിഞ്ഞത്. സന്തോഷഭാരത്തോടു കൂടി കൈകേയിയെ വളരെ അനുമോദിച്ചു. സമ്മാനമായി 2 വരങ്ങളും കൊടുത്തു. ഇഷ്ടമുള്ളത് എന്തായാലും സാധിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസ്തുത 2 വരങ്ങളെ ആവശ്യമുള്ളപ്പോൾ വരിച്ചോളാം എന്ന് പറഞ്ഞ് രാജാവിൽ തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്തത്. ഈ സംഗതി എന്നോ നടന്ന കഥയാണ്. എങ്കിലും മന്ദരയ്ക്ക് അതൊക്കെ ഓർമ്മയുണ്ട്. അതിനെ പറഞ്ഞു കൊടുത്തു മന്ദര. ആ 2 വരങ്ങളും ഇപ്പോൾ വരിക്കണം. അതിൽ ഒന്നുകൊണ്ട് ഭരതനെ പട്ടാഭിഷേകം ചെയ്ത് രാജാവാക്കി വാഴിക്കലും മറ്റൊന്നുകൊണ്ട് ശ്രീരാമൻ മുനിവൃത്തിയോടുകൂടി 14 സംവത്സരം കാട്ടിൽ താമസിക്കലും. ഇങ്ങനെ 2 രൂപത്തിൽ വരിച്ചാൽ മതി. അത് ഇന്ന് തന്നെ കഴിയണം. പ്രഭാതത്തിൽ രാമൻ കാട്ടിലേക്ക് പോണം. ഭരതൻ അഭിഷിക്തനുമാവണം. ഇതേ മാർഗമുള്ളൂ എന്ന് ഉപദേശിച്ചു കൊടുത്തു മന്ദര. കൈകേയിക്കും അത് ബോധ്യമായി. മന്ദരയെ അഭിനന്ദിച്ചു. രാജാവ് വരുമ്പോഴേക്കും വരം വരിക്കാൻ പറ്റുന്ന തോതിൽ വ്യസനത്തോടും ക്രോധത്തോടും കൂടി നിലത്തു വീണുരുണ്ട് നിലവിളിച്ച് തയ്യാറായി കിടന്നു കൈകേയി. വൈകുന്നേരം രാജ്യസഭയിലെ തിരക്കിട്ട ജോലികളൊക്കെ കഴിഞ്ഞ് മഹാരാജാവ് നിത്യകർമ്മവും അത്താഴവും കഴിച്ച് ബദ്ധപ്പെട്ടുകൊണ്ടാണ് കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് യാത്രയായത്. എന്തൊക്കെയോ അസ്വസ്ഥ്യങ്ങൾ രാജാവിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ മനസ്സ് കിടന്ന് പിടയ്ക്കുകയാണ്. തീരെ സമാധാനമില്ല. കൈകേയി വിവരമറിയുമ്പോൾ എന്തു പറയുമെന്ന ഭയം അദ്ദേഹത്തിൽ അലതല്ലിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരമാണ് പിറ്റേന്ന് പ്രഭാതത്തിൽ രാമചന്ദ്രന് പട്ടാഭിഷേകം വേണമെന്ന് തീർച്ചപ്പെടുത്തി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലായിടത്തും അറിഞ്ഞു കഴിഞ്ഞു. പട്ടണം മുഴുവൻ ഉത്സാഹവും ബഹളവുമായിട്ടുണ്ട്. എങ്കിലും പ്രത്യേകം ആളെ അയച്ചിട്ടില്ലാത്തതിനാൽ കൈകേയിയുടെ അന്തഃപുരത്തിൽ അറിഞ്ഞിരിക്കാൻ കാരണമില്ല. താൻ തന്നെ വന്നറിയിക്കാമെന്ന് വെച്ച് മഹാരാജാവ് കരുതിക്കൂട്ടി തന്നെ ആളെ അയക്കാതിരുന്നതാണ്. പ്രതികൂല അഭിപ്രായമുണ്ടെങ്കിൽ കൂടി രാത്രിയിൽ എന്തു ചെയ്യാനാണ്? പ്രഭാതത്തിൽ പട്ടാഭിഷേകം കഴിയുകയും ചെയ്യും. കാര്യം നടന്നതിന് ശേഷം എന്തു ചെയ്താലും വൈഷമ്യമില്ല. അതിനാൽ എങ്ങനെയെങ്കിലും സൂത്രത്തിൽ അഭിഷേകം കഴിയട്ടെ എന്നൊക്കെയായിരുന്നു മഹാരാജാവിന്റെ ആലോചന. എങ്കിലും കൈകേയിയെ ഭയമുണ്ട് താനും. അതാണ് നേരത്തെ അറിയിക്കാതിരിക്കാൻ കാരണം. തീർച്ചപ്പെടുത്തി കഴിഞ്ഞ ഉടനെ കൗസല്യയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വിഘ്നങ്ങളൊന്നും കൂടാതെ അഭിഷേകം മംഗളപരമായി കഴിയാൻ വേണ്ടിയാണ് അപ്പോൾ തന്നെ കൗസല്യാദേവി പ്രാർത്ഥന തുടങ്ങി. രാജാവ് കൗസല്യയെയോ ശ്രീരാമചന്ദ്രനെയോ കാണാൻ നിൽക്കാതെ ബന്ധപ്പെട്ടുകൊണ്ട് കൈകേയിയുടെ അന്തഃപുരത്തിലേക്കാണ് യാത്രയായത്. മന്ദരയെ രാജാവിന് ഓർമ്മയുണ്ട്. എങ്കിലും ഈ വിഷമഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നായിരുന്നു വിചാരം. ഇങ്ങനെയൊരു കടുങ്കൈ പ്രയോഗിച്ച് ഒരു നിമിഷം കൊണ്ട് സാഹസപ്പെട്ട പ്രയത്നത്തെ മുഴുവൻ മന്ദര തുരങ്കം വെച്ച് പാളിക്കുമെന്ന് രാജാവ് ഓർത്തിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ ഏതെല്ലാം പ്രതികൂല്യങ്ങൾ പിന്നീടുണ്ടായാലും തൽക്കാലം വിജയം കൈവന്ന ഒരു ഭാവം രാജാവിനുണ്ടായിരുന്നു. പതിവായി തന്റെ വരവിനെയും പ്രതീക്ഷിച്ചു നിൽക്കാറുള്ള രാജ്ഞിയെ അന്തഃപുരത്തിൽ താൻ എത്തിയിട്ടും കാണാതിരുന്നപ്പോൾ രാജാവിന് ആകെപ്പാടെ പരിഭ്രമമായി. എന്തു പറ്റിയെന്ന ശങ്ക രാജാവിനെ അസ്വസ്ഥനാക്കി. ദാസിമാരോട് അന്വേഷിച്ചു മഹാരാജ്ഞി എവിടെയെന്ന്. ക്രോധവ്യസന പരവശയായി നിത്യകൃത്യങ്ങൾ പോലും ചെയ്യാതെ നിലത്ത് കിടന്നുരുണ്ട് നിലവിളിക്കുന്നുവെന്നാണ് അവർ ഭയാശങ്കകളോടെ രാജാവിനെ അറിയിച്ചത്. ആശങ്കയും പരിഭ്രമവും ഒന്നുകൂടി വർദ്ധിച്ചു മഹാരാജാവിന്. തന്റെ പരിഭ്രമത്തെ വെളിപ്പെടുത്താതെ ധൈര്യം അവലംബിപ്പിച്ച് രാജ്ഞിയുടെ അടുക്കിലേക്ക് നീങ്ങി മധുരമധുരങ്ങളും ശീതളങ്ങളുമായ സ്വാന്തന വാക്കുകളെ കൊണ്ട് രാജ്ഞിയെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. ഫണം വിടർത്തി ചീറുന്ന ഈറ്റപ്പാമ്പ് പോലെ ഭയങ്കരിയായി തീർന്ന കൈകേയിയുണ്ടോ അതുകൊണ്ടൊക്കെ സമാധാനിക്കുന്നു. അവൾ എന്തു പറഞ്ഞാലും അടങ്ങാതെയും സമാധാനിക്കാതെയും ഉറക്കെ പൊട്ടിക്കരഞ്ഞും നിലത്ത് കിടന്നുരുണ്ടും മാറത്തടിച്ചും രാജാവിനെ പരുഷമായി നോക്കിയും കുളത്തിനെ ആനയെന്ന പോലെ ദശരഥന്റെ മനസ്സിനെ കലക്കിമറിച്ചു. അദ്ദേഹം അത്യന്ത പരിഭ്രാന്തനായി എന്ത് ചെയ്യേണ്ടുവെന്നറിയാതെ വിഷമിച്ചു. എന്ത് കാരണത്താലാണ് ഈ ഭാവപ്പകർച്ചയെന്ന് അറിയാൻ തന്നെ കഴിഞ്ഞില്ല. പലപാട് ചോദിച്ചിട്ടും പല പ്രതിജ്ഞകൾ ചെയ്തിട്ടും രാജാവിനോട് സംസാരിച്ചില്ല കൈകേയി. അവസാനം വളരെ പ്രതിജ്ഞകളൊക്കെ ചെയ്തും താണിക്കേണ് അപേക്ഷിച്ചും രാജാവ് ഒരുവിധം മഹാരാജ്ഞിയെ പ്രീതിപ്പെടുത്തിയതിന്റെ ഫലമായാണ് ഒടുവിൽ കൈകേയി സംസാരിച്ചത്.
പണ്ട് തനിക്ക് ദാനം ചെയ്തതും രാജാവിൽ തന്നെ സൂക്ഷിച്ചിരിപ്പുള്ളതുമായ 2 വരങ്ങൾ തരാത്തതുകൊണ്ടാണ് ഈ വിഷമഭാവമെന്നാണ് രാജ്ഞിയുടെ ആവലാതിയുടെ ചുരുക്കം. അത് കേട്ടപ്പോൾ ദശരഥന് കുറെ സമാധാനമായി. എന്തെങ്കിലും വല്ലതും ആവശ്യമുണ്ടാവാം. അത് വേഗത്തിൽ സാധിക്കാനുള്ള തന്ത്രമാണ് ഈ വാശി എന്നേ കരുതിയുള്ളൂ. അതിനാൽ പണ്ടത്തെ 2 വരപ്രതിജ്ഞകൾ ഇപ്പോൾ തന്നെ സാധിപ്പിച്ചു കൊടുക്കാം. എന്താണ് വേണ്ടതെന്ന് പറയേണ്ട താമസമേ ഉള്ളൂ എന്നായി രാജാവ്. ഈ പ്രതിജ്ഞ കൂടി കേട്ടപ്പോൾ കൈകേയിക്ക് തികച്ചും ധൈര്യമായി. കരച്ചിലൊക്കെ പോയി. ഗൗരവത്തോടെ മഹാരാജാവിന്റെ മുഖത്തു നോക്കി. എന്നാൽ അതിൽ ഒരു വരം കൊണ്ട്, ഇപ്പോൾ ഒരുക്കിയ അഭിഷേക സംഭാരങ്ങളെ കൊണ്ട് തന്റെ പുത്രനായ ഭരതനെ രാജാവാക്കി അഭിഷേകം ചെയ്യുകയും രണ്ടാമത്തേത് കൊണ്ട് ശ്രീരാമചന്ദ്രൻ മുനിവൃത്തിയായി 14 കൊല്ലം കാട്ടിൽ താമസിക്കുകയുമാണ് വേണ്ടതെന്ന് വളരെ ധൈര്യത്തോടും ഗൗരവത്തോടും പറഞ്ഞവസാനിപ്പിച്ചു കൈകേയി. ചെവിയിൽ വജ്രായുധം തറച്ച പോലെ രാജാവ് കൈകേയിയുടെ വാക്കുകൾ മുഴുവൻ കേൾക്കുന്നതിന് മുൻപ് തന്നെ മൂർച്ഛിച്ചു വീണു. വീണ്ടും ബോധമുണ്ടായപ്പോൾ ഭ്രാന്തൻ എന്ന പോലെ നിലത്ത് കിടന്നുരുണ്ട് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ കൈകേയിക്ക് അല്പം പോലും അനുകമ്പയോ സഹതാപമോ തോന്നിയില്ല. പലപാട് രാജാവ് കൈകേയിയോട് താണപേക്ഷിച്ചു ഈ പ്രതിജ്ഞയൊന്നു മാറ്റാൻ. പക്ഷേ കൈകേയിയിൽ അല്പം പോലും അലിവ് കണ്ടില്ല. രാജാവ് പരവശനായി. തന്റെ എല്ലാ ആഗ്രഹങ്ങളും തകർന്നു. മാത്രമല്ല, പ്രാണതുല്യനായ രാമചന്ദ്രനെ പോലും വിട്ടുപിരിയണമെന്നാണ് വന്നിരിക്കുന്നത്. പലതും പറഞ്ഞ് നിലവിളിച്ചും ഭ്രാന്തന്റെ മാതിരി വീണുരുണ്ടും വ്യസനഭാരത്താൽ തളർന്നു വിവശനായി കൈകേയിയോട് പലപാട് അപേക്ഷിച്ചും ഫലമില്ലാതെ നിരാശനായും നിലവിളിച്ചുകൊണ്ട് തന്നെ നേരം പ്രഭാതമാക്കി. അപ്പോഴും കൈകേയി ഗൗരവത്തിൽ രാജാവിനെ നോക്കിയിരിക്കലും രാജാവ് കിടന്ന് നിലവിളിക്കലും തന്നെ. പ്രഭാതത്തിൽ അഭിഷേകത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്ത് മന്ത്രിമാരും സാമന്തന്മാരും പ്രൗരപ്രധാനികളും രാജാവിന്റെ വരവും നോക്കി നിൽക്കുകയാണ്. സമയം അതിക്രമിച്ചിട്ടും രാജാവിനെ കാണാനില്ല. എല്ലാവരും പരിഭ്രാന്തരായി. അവസാനം സുമന്ത്രൻ തന്നെ മഹാരാജാവിനെ അന്വേഷിച്ച് പുറപ്പെട്ടു. മന്ത്രി കൈകേയിയുടെ അന്തഃപുരത്തിൽ കടന്ന് മഹാരാജാവ് എന്താണ് പുറത്തു വരാത്തതെന്ന് രാജ്ഞിയോട് തന്നെ ചോദിച്ചു. രാത്രിയിലെ ഉറക്കമിളപ്പും രാമനെ വിട്ടുപിരിയേണ്ടി വരുമല്ലോ എന്ന ഭയവും മൂലം രാജാവ് അസ്വസ്ഥനായിരിക്കുകയാണ്. അതിനാൽ വേഗം രാമനെ കൂട്ടിക്കൊണ്ടുവരൂ. എന്നാൽ കാര്യങ്ങളൊക്കെ ശരിപ്പെടുമെന്ന് പറഞ്ഞു. സുമന്ത്രന് പൂർവാധികം പരിഭ്രമമായി. രാജകീയങ്ങളായ എല്ലാ കാര്യങ്ങളുടെയും ചരട് വലിക്കുന്ന ആളാണല്ലോ മന്ത്രിമുഖ്യനായ സുമന്ത്രൻ. കൈകേയിയുടെ വാക്ക് കേട്ടപ്പോൾ തന്നെ എന്തോ തകരാറുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അത് എത്രത്തോളം ഉണ്ടെന്നും ഏത് രൂപത്തിലാണെന്നും മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. പരിഭ്രാന്തനായ സുമന്ത്രർ വേഗത്തിൽ രാമചന്ദ്രനെയും കൂട്ടിക്കൊണ്ട് അന്തഃപുരത്തിലെത്തി. ശ്രീരാമചന്ദ്രൻ ഭയപരിഭ്രമങ്ങളോടെ പിതാവിനെയും കൈകേയി മാതാവിനെയും നമസ്കരിച്ചു. രാമഭദ്രനെ കണ്ടപ്പോഴേക്കും രാജാവ് വ്യസനാക്രാന്തനായി ഉറക്കി വാവിട്ട് നിലവിളിക്കുകയും പലതും പുലമ്പുകയും ചെയ്തു. കാര്യമൊന്നും മനസ്സിലാവാതെ ശ്രീരാമചന്ദ്രൻ കൈകേയിയോട് വർത്തമാനം എന്താണെന്നും മഹാരാജാവ് എന്തിനാണ് വ്യസനിക്കുന്നതെന്നും അന്വേഷിച്ചു. രാജാവിന്റെ വ്യസനത്തിന് കാരണം നീ തന്നെയാണെന്നാരംഭിച്ച കൈകേയി കാര്യമെല്ലാം പറഞ്ഞു. കാര്യമറിഞ്ഞതോടെ ഭഗവാൻ അച്ഛനെ സമാധാനിപ്പിക്കാൻ പരിശ്രമിച്ചു തുടങ്ങി. കാട്ടിലേക്ക് പോകുന്നത് തനിക്ക് ഏറ്റവും സന്തോഷമാണെന്നും അച്ഛന്റെ സത്യത്തെ പരിപാലിക്കാൻ വേണ്ടി കാട്ടിൽ പോയി 14 കൊല്ലം കഴിച്ചുകൂട്ടുക എന്നത് മഹത്തായൊരു അനുഗ്രഹമാണെന്നും മറ്റും പറഞ്ഞു. ഏതായാലും ശ്രീരാമചന്ദ്രൻ കാട്ടിലേക്ക് പോവാൻ സന്നദ്ധനായി. അമ്മയോടും സീതാദേവിയോടും യാത്ര പറഞ്ഞ് ഉടനെ വരാമെന്നും പറഞ്ഞ് വേഗത്തിൽ കൗസല്യാദേവിയുടെ അന്തഃപുരത്തിലേക്ക് യാത്രയായി. തലേദിവസം വൈകുന്നേരം ഭഗവാന്റെ പട്ടാഭിഷേക വാർത്ത കേട്ടത് മുതൽക്ക് തന്നെ അതിന്റെ നിർവിഘ്ന പരിസമാപ്തിക്ക് വേണ്ടി കൗസല്യാദേവി പ്രാർത്ഥന ആരംഭിച്ചതാണ്. നേരം പുലർന്നത് തന്നെ അറിഞ്ഞിട്ടില്ല. ഭക്തിപരവശയായി ചിത്തം മുഴുവൻ മംഗളസ്വരൂപിണിയായ ദേവിയിൽ മുഴുക്കിയിരിക്കുകയാണ്. അതിനാൽ ശ്രീരാമചന്ദ്രൻ മുന്നിൽ വന്നു നിന്നത് പോലും കണ്ടില്ല. സമീപത്തുണ്ടായിരുന്ന സുമിത്ര പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഉടനെ കൺമിഴിച്ച് വാത്സല്യാതിരേകത്താൽ പുത്രനെ ആലിംഗനം ചെയ്യാൻ ഓടി വന്നു. ഭഗവാൻ കൗസല്യാദേവിയോട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. ഇടിവെട്ടിയ മരം പോലെ ദേവി സ്തബ്ധയായി. ഏതായാലും സമാധാന വാക്കുകളെ കൊണ്ട് സമാധാനിപ്പിച്ച് ലക്ഷ്മണനെയും സീതാദേവിയെയും കൂട്ടി തയ്യാറായി വീണ്ടും അന്തഃപുരത്തിൽ വന്ന് രാജകീയ വേഷങ്ങളെയും ചിഹ്നങ്ങളെയും മുഴുവൻ പരിത്യജിച്ചു. കൈകേയി കൊടുത്ത മരവുരിയും ധരിച്ച് ശ്രീരാമൻ കാട്ടിലേക്ക് യാത്രയായി. രാമായണ തത്വം അയോധ്യാകാന്ഡം തുടരും.